ആ വാസു ഉണ്ടല്ലോ, അവനാളൊരു ഊച്ച നായര. കൊല്ലാൻ പിടിച്ചാലും വളർത്താൻ പിടിച്ചാലും തൊഴിക്കുന്ന ചില കണ്ണുണ്ടല്ലോ, അതാണ് അവന്റെ പ്രകൃതം. ആ സമയവും സന്ദർഭവും നോക്കി ഞാൻ അവനോടൊന്ന് പറഞ്ഞു നോക്കാം. എന്തായാലും ഉഷ നിനക്ക് പറ്റിയ പെണ്ണ. ഏയ് അത് വേണ്ട. നിന്റെ കല്യാണത്തിന് ദല്ലാള് പറയാൻ പോകാൻ വേണ്ടി ഇനി പട്ടവെട്ട നോക്കിയിരിക്കാതെ ഗ്ലാസം കാലിയാക്കണ. എടാ വാസു ഇതിലൊരു പ്രശ്നമല്ല. ഉഷയ്ക്ക് സമ്മതമല്ലേ, ഗീതയ്ക്ക് സമ്മതമല്ലേ, പിന്നെ എന്ത് നോക്കാനാടാ? അവൻ എന്താ ഇതിൽ കാര്യം? രാമൻകുട്ടി, നീ ആദ്യം നിന്റെ അമ്മയെ കയ്യിലെടുക്ക. അത് പിന്നെ എന്റെ അമ്മയല്ലേ? അങ്ങോട്ട് ചെല്ല്. അതെന്താ ഉരുപ്പടി? കയ്യോ കാലോ പിടിച്ച് അതിന്റെ സമ്മതം മേടിക്കും. ബാക്കിയൊന്നും ഒരു പ്രശ്നമല്ല. വാസുവിന്റെ വീട്ടിലെ കളിയും കുടിയും എല്ലാം മുടങ്ങിയ പിന്നെ സന്ധ്യക്കൊന്നും ഒരു നിറവില്ലടാ മോനെ. ചേട്ടാ, കൺവെൻഷൻ ചോന്നുള്ളി. ആ അത് നല്ലതാ. നല്ലൊരു കാര്യം പറയാൻ ചെല്ലുമ്പോഴേ തള്ള പട്ട മണക്കണം. അമ്മേ, ഈന്തപ്പഴം ആലുവായി ശിവരാത്രി മണപ്പുറത്തൊന്നും വാങ്ങിപ്പിച്ചതാ. എന്താണ് അതിന്റെ നാരണേ? ഉള്ളി, ചോന്നുള്ളി. ജോലിയും കഴിഞ്ഞ് വരുമ്പം 2 കഷ്ണം ചോന്നുള്ളി കഴിച്ചാൽ ക്ഷീണവും മേലുമ്പരവും ഉണ്ടാവില്ല എന്ന് പത്രത്തിലുണ്ടായിരുന്നു. അമ്മേ, അമ്മോ, ഉഷ പിന്നെ ഇങ്ങോട്ടാണ് വരി ഉണ്ടായോ? അവളെന്തിനാടാ എപ്പോഴും ഇവിടെ വരുന്നേ? ഇല്ല, വരേണ്ട കാര്യമില്ല, ഞാൻ വെറുതെ ചോദിക്കായിരുന്നേ. അമ്മേ, അല്ല, ഞാൻ ആലോചിക്കായിരുന്നേ, ഒന്നുമില്ല, കുറെ നാളായില്ലേ അമ്മ പറയുന്നു. എന്നാ പിന്നെ അമ്മയുടെ നിർബന്ധത്തിന് സമ്മതിക്കാം. എത്ര നാളെന്ന് വെച്ചാ പാവം അമ്മ ഇങ്ങനെ ഒറ്റ കഷ്ടപ്പെടുന്നു. ഞാൻ ഞാൻ കല്യാണം കഴിച്ചാലെന്ന് ആലോചിക്കുക. എന്റെ ഗുരുവായൂരപ്പാ, ഇന്ന് എന്ത് പറ്റിയോ എന്റെ ചെക്കൻ ഇങ്ങനെ ഒരു ബുദ്ധി തോന്നുന്നു. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല, അമ്മയുടെ ഒരു ആഗ്രഹം അല്ലെന്ന് കരുതിയ. നാളെ തന്നെ ആ ശങ്കരപ്പിള്ളയ്ക്കൊന്ന് എഴുതണം ഉത്തരടം വരാൻ. അതിന് ശങ്കരപ്പിള്ള എന്തിനാ? അല്ലാണ്ട് പിന്നെ ഈ വയ്യാത്ത ഞാനാ എല്ലാറ്റിനും ഓടി നടക്കാൻ. കഴിഞ്ഞ വിഷുവിന് വന്നപ്പം അയാൾ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞു. നമ്മുടെ മുല്ലപ്പറമ്പിലെ ഗോവിന്ദമേനോന്റെ അന്തരവൾ ശ്രീദേവി നല്ല കുട്ടിയാത്രേ. അല്ലമ്മേ, അത്ര ദൂരെയൊന്നും പോകേണ്ട തന്നെ, ഇവിടെ അടുത്തെങ്ങാനും. എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട. നിന്റെ മനസ്സിന് ഇഷ്ടപ്പെടുകയും? എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാ അമ്മയുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് അല്ലാണ്ട്. രാമൻകുട്ടി, അത്രയ്ക്കൊന്നും വേണ്ട. നിന്റെ മനസ്സിന് ആരെയാ ഇഷ്ടപ്പെടുക എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ. അതെ, എന്നാലും ഒരെന്നാലുമില്ല. നീ ഒരു പാവമാ, ഇളം മനസ്സാ നിന്റെ. ആരെങ്കിലും മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചാ മതി, അവിടെ വീണോളും. അതൊന്നും വേണ്ട. അങ്ങനെയൊന്നുമില്ല, അമ്മ ഇഷ്ടപ്പെടണു, അമ്മ തീരുമാനിക്കണു, അല്ലാണ്ട് പിന്നെ. അല്ല, ഞാനീ ഡ്യൂട്ടിക്ക് അവിടെ ഇവിടെ പോണതിനിടയില് എന്റെ ഇഷ്ടത്തിന്, അമ്മയുടെ ഇഷ്ടത്തിന് പറ്റണ കുട്ടിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോന്ന് ഒന്നോർത്ത് നോക്കായിരുന്നേ. ഭാരിച്ച കാര്യമൊന്നും നീ അന്വേഷിക്കണ്ട. നീ അടുക്കളയിലോട്ട് ചെന്നേ. അന്വേഷണവും തീരുമാനവും ഒക്കെ ഞാൻ ആയിക്കൊള്ളാം. ചെല്ലാൻ. നീ അമ്മ. എന്നാലും എന്റെ അച്ഛോ, ഉള്ള നേരത്ത് സ്ഥലം ഒഴിവാക്കി രക്ഷപ്പെട്ടല്ലോ. ഇതിനെ അനുഭവിക്കാനും സഹിക്കാനും എന്നെ ഒറ്റക്കാക്കി വെച്ച് ഇപ്പൊ സമാധാനമായല്ലോ. എന്താടാ അവിടെ? തേങ്ങാക്കൊല. ഒന്നുമില്ല. പക്ഷേ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നല്ല ആളാ. കാലത്ത് അമ്പലത്തിലൊക്കെ പോകാൻ തുടങ്ങിയോ? ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ കുപ്പായത്തിൽ കയറുന്നതിന് മുമ്പ് ഞാൻ കൂടെ വരത്തില്ലായിരുന്നു. നല്ലൊരു ചാൻസ് വെറുതെ കളഞ്ഞില്ലേ. രാവിലെ കുളിച്ചോ? കുളിച്ചാലേ പ്രസാദം തൊടാൻ സമ്മതിക്കും. കുളിച്ചാലും ഇല്ലെങ്കിലും എന്റെ ഈ മനസ്സിൽ എവിടെ ആയിരിക്കും.
ഏയ്, പ്രസാദത്തിന് വല്ലാത്ത കുളിർമ, ദേവി തന്നെ നേരിട്ട് വന്ന് തെളിയിച്ച പോലെ. ആവൂ, ഈ കടയിലെ കലക്കന്മാരും തെളിഞ്ഞു കണ്ടല്ലോ, അത് തന്നെ സമാധാനം. ഈ മുണ്ടും നേരം എടുക്കുമ്പോ ഉഷയെ കാണാനൊരു ചേല. ഈ വേഷത്തിൽ അമ്മ കണ്ടിരുന്നു ഇലച്ചിന്തിരി പ്രസാദമായിട്ട്, എങ്കിലപ്പ വേണേനെ. വാ. എന്തൊരു തണുപ്പാ ഉഷയുടെ കൈക്ക്. പഞ്ഞി പോലെ. എന്റെ കൈ നോക്ക്, അടുക്കള തേങ്ങ കരുവിയിട്ടും വണ്ടി ഓടിച്ചിട്ടും എന്തൊരു തഴമ്പാ. അമ്മയോട് ഞാൻ വിവരം പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല. അല്ലിപ്പോ എന്റെ ഒരു ഇഷ്ടം അങ്ങനെയാന്ന് വെച്ചാ അമ്മ എതിർക്കൊന്നുമില്ല. അല്ലിപ്പോ എതിർത്താൽ തന്നെ എന്താ, നമ്മുടെ മനസ്സിൽ കാര്യം നമ്മളല്ലേ തീരുമാനിക്കാൻ. പിന്നെന്താന്ന് വെച്ചാ അമ്മയ്ക്ക് ഭയങ്കര മുൻകോപാണ്. അതേ പറയുന്നത് തന്നെ എനിക്കും. വാശി പിടിച്ചാൽ തന്നെ ഞാൻ മുന്നും പിന്നും നോക്കൂല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല, എന്നാലും അമ്മയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എന്തൊക്കെയായാലും എനിക്ക് ഉഷ കാണാണ്ടിരിക്കാൻ പറ്റില്ല. ഉഷയ്ക്കോ അത് പിന്നെ പറയാനുണ്ടല്ലേ? ഉണ്ടാവില്ല. അല്ല, എങ്ങനെയാ അവിടുത്തെ ഒരു അന്തരീക്ഷമൊക്കെ? ഗീതജി നമ്മുടെ ഭാഗത്താ, അതെനിക്കറിയാം. പക്ഷെ വാസുവേട്ടൻ അങ്ങനെ ശരിയല്ല ഉഷേ. അങ്ങനെ എനിക്കറിയാവുന്ന മാതിരി മറ്റൊരാൾക്കും അറിയില്ല. അങ്ങനെ എങ്ങനെയാ ഇപ്പോ ഉഷയോട്? മനസമാധാനത്തോടെ ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? രാത്രി ഒരു കരിയിൽ അനങ്ങുന്ന ശബ്ദം കേട്ട ഞാൻ ഞെട്ടി എഴുന്നേക്കും. ചിലപ്പോ തോന്നും ഇവിടം വിട്ട് എവിടേക്കെങ്കിലും ഓടിപ്പോയാലോ എന്ന് വരെ. എന്തായി പറയണേ? ഓടിപ്പോയി? എന്റെ കാര്യം ഓർത്തിട്ടല്ല, എന്നെ നോക്കാൻ എനിക്കറിയാം. ഇയാളുടെ ഈ പെരുമാറ്റം ചേച്ചി എങ്ങാനും അറിഞ്ഞാൽ, അതും ഇങ്ങനെ ഇരിക്കുമ്പോ ചേച്ചിക്ക് അത് താങ്ങാൻ കൂടി പറ്റില്ല. അതൊന്നും സാരമില്ല, ഒക്കെ ശരിയാവും. ഞാനല്ലേ പറയുന്നേ, കുട്ടികളെ പോലെ ആയാലോ. ശരിക്ക് ശരിക്ക്. ആ